പാട്ടിന്റെ പൂത്തുമ്പിക്കൂട്ടിൽ നിന്നും നമ്മുടെ സ്വന്തം ശിവു എത്തുന്നു. വെൽക്കം ശിവാനി ഓൺ സ്റ്റേജ്. Gorgeous man. Thank you. Sure. ശിവാനി. ആ ഡ്രസ്സിനും ഈ സംഗതിനും എന്തെങ്കിലും സംബന്ധം ഉണ്ടോ? ഇല്ല, ശിവുവിനെ കാണുമ്പോ ഇങ്ങനെയാണ് ഒരു ഭയങ്കര ഒരു 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 ഫിനസ്. ശിവാനിക്കുട്ടിയുടെ ഒരു പ്രത്യേകത അതാണ്. എങ്ങനെയാണ്, എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ്? പെർഫോമൻസ് റൗണ്ടില് രാപ്പാടി പക്ഷിക്കൂട്ടം എന്ന് പറയുന്ന പാട്ട്. രാപ്പാടി പക്ഷിക്കുട്ടം ചെക്കേറ. അപ്പൊ സൂപ്പർ ആവട്ടെ. ഓക്കെ, പെർഫോമൻസ് അല്ലേ? പെർഫോം വെൽ. ഓക്കെ, അപ്പോൾ ശിവു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റെഡി? 1 2 1 2 3 4. Bum ha bum bum, bum ha bum bum, bum ha bum ha bum ha bum ha bum ha bum bum, bum ha bum bum. രാപ്പാടി പക്ഷിക്കൂട്ടം ചേക്കേറാ കൂട്ടിൽ നിന്നും പറന്നിടുന്നേ, ചുറ്റിക്കറങ്ങിടുന്നേ, മുത്താര കുമ്പിൽ കെട്ടും മത്താപ്പൂ കത്തിപ്പൊട്ടും വെടിപ്പടക്കം പാടി പടക്കിറങ്ങാ. ഹൊയ്യാരാ ഹൊയ്യാ ഹൊയ്യാ ഹൊയ്യാരാ, അരെ ഹൊയ്യാരാ ഹൊയ്യാ ഹൊയ്യാ ഹൊയ്യാരാ ഹൊയ്യാ ഹോ. രാപ്പാടി രാപ്പാടി പക്ഷിക്കൂട്ടം ചേക്കേറാ കൂട്ടിൽ നിന്നും പറന്നിടുന്നേ, ചുറ്റിക്കറങ്ങിടുന്നേ, മുത്താര കുമ്പിൽ കെട്ടും മത്താപ്പൂ കത്തിപ്പൊട്ടും വെടിപ്പടക്കം പാടി പടക്കിറങ്ങാ.
ചിക്കേറാ കൂട്ടിൽ നിന്നും പറന്നിടുന്നേ ചുറ്റിക്കറങ്ങിടുന്നേ മുത്താര കുമ്പിൽ കെട്ടും മത്താപ്പൂ കത്തിപ്പൊട്ടും വെടിപ്പടക്കും വാടി പടക്കിറങ്ങ ഹൊയ്യാരാ ഹൊയ്യാ ഹൊയ്യാ ഹൊയ്യാരാ അരെ ഹൊയ്യാരാ ഹൊയ്യാ ഹൊയ്യാ ഹൊയ്യാരാ ഹൊയ്യാ ഹോ രാപ്പാടി രാപ്പാടി പക്ഷിക്കൂട്ടം ചേക്കേറാ കൂട്ടിൽ നിന്നും പറന്നിടുന്നേ ചുറ്റിക്കറങ്ങിടുന്നേ മുത്താര കുമ്പിൽ കെട്ടും മത്താപ്പൂ കത്തിപ്പൊട്ടും വെടിപ്പടക്കം വാടി പടക്കിറങ്ങ അങ്ങള് പുറത്തേർന്ന് അയ്യേ അണ്ണനുള്ള എന്റെ അടുത്തുണ്ട്. ശ്രീയേട്ടാ അത് കൊള്ളാം ശ്രീയേട്ടാ. ആങ്ങളെ വെക്ക് ശിവു സർ. നന്നായിട്ട് പാടി മോളെ. താങ്ക് യു. രസമായിരുന്നു. കാരണം പിന്നെ എന്താണ് കൊറിയോഗ്രാഫി എല്ലാം കൂടെ വന്നപ്പോൾ വളരെ രസമായിരുന്നു. എനിക്ക് തോന്നി ഒന്നുകൂടെ അടിച്ച് പാടിയാൽ നന്നായിരിക്കും തോന്നുന്നു. 1 2 3 4 രാപ്പാടി പക്ഷിക്കൂട്ടം തന്നാനീ തന്നന്നാനി തനന്നനാന തന്നി തനന്നനാന ഒയ്യാരേ നല്ലതേനെ തീരേ തന്നാനേ നല്ല നല്ല തന്നാനേ തന്നാനീ രട്ടിട്ടിട്ടൻ തന്നാനീ രട്ടിട്ടിട്ടൻ തരത്തിരത്തേ തെറ്റരത്തിരത്തേ. അങ്ങനെ ആ ഗുമ്മൊന്ന് കൊണ്ടിരുന്നു. കറങ്ങിടുന്നേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് ഭാവങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുട്ടി. ശ്വാസം മുട്ടുന്നു. കറങ്ങിടുന്നേ എന്നൊക്കെ പറയുമ്പോൾ കറങ്ങിടുന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ഗ്രിപ്പ് പോണു താളത്തിൽ നിന്നുള്ളത്. കറക്റ്റായിട്ട് ഓടും. 1 2 3 4 രാപ്പാടി പക്ഷിക്കൂട്ടം ചേക്കേറാ കൂട്ടിൽ നിന്നും പറന്നിടുന്നേ ചുറ്റിക്കറങ്ങിടുന്നേ മുത്താര കുമ്പിൽ കെട്ടും മത്താപ്പൂ കത്തിപ്പൊട്ടും വെടിപ്പടക്കം വാടി പടക്കിറങ്ങ ഹൊയ്യാരാ ഹൊയ്യാ ഹൊയ്യാ ഹൊയ്യാരാ എന്നൂടെ. അരെ ഹൊയ്യാരാ ഹൊയ്യാ ഹൊയ്യാ ഹൊയ്യാരാ ഹൊയ്യാ ഹോ രാപ്പാടി അതെന്താണ് സംഗതി? എന്താണ് രാപ്പാടി രാപ്പാടി? അത്രേ ഉള്ളൂ. ആ അതുപോലെ തന്നെ ഇവിടെ ഇല്ലേ എന്താണ് പിന്നെ ചരണത്തിൽ വരുന്ന ഒറ്റയ്ക്കൊന്നു തീരാൻ ഒരു ചട്ടക്കാല. അതൊന്ന് പാടിക്കും. ഒറ്റയ്ക്കൊന്നു തീരാൻ ഒരു ചട്ടക്കാല ചാടി പറ്റം ചെയ്യുന്നു നമ്മൾ ഒരു കുട്ടിക്കോട്ട ചാടി ചോദിക്കില്ല വഴികൾ പുഴ തോന്നും പോലെ ഒഴുകും ബാധിക്കില്ല കിളികൾ അവ ഇഷ്ടം പോലെ ചുറ്റും മതി മതി. മിന്നൽ ചോദിക്കില്ല. അവിടെ ശ്രുതിയൊക്കെ ഒന്ന് ചേർന്ന് ഒന്നുകൂടെ ഒരു ഗുമ 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 ആക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഈ പാട്ട് അങ്ങനെയാണ്, ഒരു സ്വിങ് ആണ് ഈ പാട്ട്. ഈ പാട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടാണ്. ഇത് അമലയല്ലേ ഡാൻസ് ചെയ്ത് അല്ലേ? അമല മേഡമാണ്. കാരണം ഇത് അന്നത്തെ ഏറ്റവും വലിയൊരു ഹിറ്റ് സോങ് ആണ്. അന്നത്തെ അല്ല, ഇന്നും ഹിറ്റാണ്. അപ്പൊ അത് അതിന്റെ ആ ഒരു 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 കളിയുണ്ടല്ലോ, ഒരു പ്ലേ. അവര് പെട്ടെന്ന് ആ ഹോസ്റ്റലിൽ നിന്ന് മതിലിയാടി വെളിയിൽ വന്നിട്ട് അവർ എൻജോയ് ചെയ്യുന്ന ആ ഒരു ഫ്രീഡം ഓഫ് എൻജോയ്മെന്റ് അത് ഇതിനകത്ത് കൊണ്ടുവരണം. നമ്മൾ പാടുന്നതിലൂടെ അത് കൊണ്ടുവരണം. എന്നാലേ നമുക്ക് അതിനകത്തൊരു ആ ബീറ്റ് നല്ല ഗ്രിഡിൽ കൊണ്ടുവന്ന് നല്ല ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറഞ്ഞ പോലെ പാടിക്കഴിഞ്ഞാൽ അടിപൊളിയായി. ഓർക്കസ്ട്ര വാസ് വെരി ഗുഡ് കേട്ടോ. നന്നായിരുന്നു ഓർക്കസ്ട്ര. കോറസും അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കോറിയോഗ്രാഫി നന്നായിരുന്നു. മോളും നന്നായിരുന്നു. ട്രൈ ടു ബ്രിങ് മച്ച് ഗോഷ്. ഓൾ ദി ബെസ്റ്റ്. ചേട്ടൻ അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു തന്നെ. ചേട്ടൻ വയ്ക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും.
എന്നിട്ട് ഞാൻ ശ്വാസം മുട്ടിയിരിക്കാൻ. അല്ല എന്നാലും ഒരു ഫോട്ടോ എടുക്കാനെങ്കിലും വേണ്ട വേണ്ട, എനിക്ക് കിട്ടി. ഇത് ആരാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിലിടും. ശിവു, സർ. പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിൽക്കുകയാണ്. ഇപ്പൊ ട്രെയിൻ വന്ന് നിന്നു. ഓക്കെ, ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ട്രെയിനിന്റെ കൂടെ ഇങ്ങനെ ഓടാം അല്ലേ? കുറച്ചു നേരത്തേക്ക് ഓടാം. അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ എത്ര സ്പീഡ് എടുത്താലും ട്രെയിനിന്റെ അടുത്തോട്ട് എത്താൻ പറ്റില്ല. അപ്പൊ ട്രെയിൻ ദൂരെ 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 ദൂരേക്ക് പോകും. നമ്മളിവിടെ ഇങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അല്ലേ? ഈ ട്രെയിൻ എന്ന് പറയണത് താളമായിട്ട്, ഇതിന്റെ താളം ഞാൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശിവു തന്നെ, ശിവു ആണ് ഓടുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ല. നമ്മൾ എത്ര ഓടിയാലും ട്രെയിനുമായിട്ട് നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബൈക്ക് എടുത്തു, നല്ല ബെസ്റ്റ് ഒരു ബൈക്ക് എടുത്തിട്ട് അതിന്റെ മേളിൽ കയറി, എന്നിട്ട് ട്രെയിൻ പോകുമ്പോൾ ട്രെയിനിന്റെ അതേ സ്പീഡിൽ ബൈക്കും കൂടെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ട്രെയിനും ബൈക്കും ഇങ്ങനെ പോകും അല്ലേ? അപ്പൊ ബൈക്കിന്റെ മേളിലോട്ട് നമ്മൾ കയറിയിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എന്നാൽ അപ്പോഴാണ് താള നിബദ്ധത കറക്റ്റായിട്ട് വരിക. പറഞ്ഞു മനസ്സിലായി? ബൈക്കിന്റെ മേളിൽ കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദ സ്വാതന്ത്ര്യം കറക്റ്റ് ആക്കുക. അപ്പൊ ചിലപ്പോ കാണുമ്പോഴത്തേക്ക് എനിക്ക് അയ്യോ ശിവകുട്ടിയല്ലേ, നമ്മുടെ മുത്തല്ലേ, എന്തിന് ഇത്രയും കഷ്ടപ്പെട്ട് പാടണേ എന്ന് തോന്നും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ വെൻ യു സിംഗ്. ബിക്കോസ് വോയിസ് പ്രൊഡക്ഷൻ്റെ വോയിസ് ബോക്സ് ആ രീതിയിലാണ് ശിവുവിന് ഈശ്വരൻ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള ഒരു സാധകമാണ് നമ്മൾ ബൈക്കിൽ കയറിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു ഫുൾ ടോൺ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ സുഷ് രാപ്പാടി പക്ഷിക്കൂട്ടം ചേക്കേറാ കൂട്ടിൽ നിന്നും പറന്നിടുന്നേ, ചുറ്റിക്കറങ്ങിടുന്നേ മുത്താര് പറന്നിടുന്നേ. അത് പറന്നിടുന്നേ എന്ന് പറയുന്നുണ്ട്. പറന്നിടുന്നേ, ചുറ്റിക്കറങ്ങിടുന്നേ, പറന്നിടുന്നേ. അവിടെ മോള് പിടിക്കുന്നെന്തിനാ? പറന്നിടുന്നേ, പറന്നിടുന്നേ, ചുറ്റിക്കറങ്ങിടുന്നേ മുത്താര് കുമ്പിൽ കെട്ടും മത്താപ്പൂ കത്തിപ്പൊട്ടും വെടിപ്പടക്കം വാടി പടക്കിറങ്ങ. അത് മാത്രമല്ല, അതിന് ഒരു മെലഡിയസ് ആവാനായിട്ട് ഒരു ട്രയൽ ഉണ്ട്. അത് വേണ്ട. അതിനല്ലേ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അനുപല പാടിയ പള്ളിക്കൂട മുറിയിൽ കയ്യും കോപിയെന്നും ശരി പറഞ്ഞ ഇവിടെ ശരിക്കും വോയിസിന്റെ പ്രശ്നം ഇല്ലല്ലോ. ഇപ്പം ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ സ്ട്രെയിൻ ഇല്ല. പള്ളിക്കൂട മുറിയിൽ കയ്യും കോപിയെന്നും പാടും പോലെ ആടാൻ കളിയാട്ടപ്പാവയല്ല, കെട്ടിപ്പൂട്ടി വയ്ക്കാൻ മണിമുത്തും പൊന്നുമല്ല, കുറ്റക്കാരുമല്ല, ഒരു തെറ്റും ചെയ്തതില്ല. യു ആർ ബീയിങ് ടു സീരിയസ്. ഇതില് സീരിയസ്നെസ്സിന് ഒരു ഇടയില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പെർഫോമൻസ്, ഒരു ചെറിയൊരു മൂവ്മെന്റ് എങ്കിലും ശിവുവിന്റെ കാണുന്നത്. നേരത്തെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കുറച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് വളരെ ഗ്രേസ്ഫുൾ ആയിട്ട്. എന്റെ കാഴ്ചയിൽ, എന്റെ ഓർമ്മയിൽ അത്തരം ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ആ മൂവ്മെന്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തോ? അതാണ് ഭുവന്റെ സ്റ്റെപ്പ് ഞങ്ങൾ എല്ലാരും മാസ്റ്റർ ചെയ്തത്. മീനോടിയോ? ഇല്ല. പ്ലീസ് ഒന്ന് അയ്യോ, ഞാൻ എന്റെ പൊന്നു മോഡല്ലേ. റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അല്ലേ, സെന്റർ റൈറ്റ്, സെന്റർ ലെഫ്റ്റ്. ഞാൻ നീങ്ങണില്ലല്ലോ. മിക്കവാറും നടന്നു പോലെ. ഇതൊന്നും നടക്കത്തൊന്നുമില്ല. പിന്നെ ഞാൻ പഠിച്ചിട്ട് വന്നിട്ട് കളിച്ചു കാണിക്കാം. അല്ല, എന്താണ് ആക്ട്രസ് ആണ് അവിടെ? ഇതല്ല ആണോ? എനിക്കൊരു സംശയം. അല്ല, അപ്പൊ ഇങ്ങനെ ഒരു ഡാൻസ് കമ്പോസർ അദ്ദേഹം ഇത് ഇങ്ങനെ പഠിച്ചെന്തി? അപ്പൊ നമ്മള് മുമ്പേ വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്ത് എടുത്തിട്ട് നമ്മള് പോയി. അപ്പൊ ഒരു സിനിമ എത്ര നാളെടുക്കും?
അത് നമ്മൾ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ഒരു 5-6 മാസം കൊണ്ട് ഡാൻസ് ഒക്കെ പഠിച്ച് നമ്മള് ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്ത് പിന്നെ സൂപ്പർ ഹിറ്റ് അപ്പത്തേക്ക് റിലീസ് കഴിയും. മീനുട്ടി വേണ്ടാതെ വെക്കും. അങ്ങനെയില്ല നമ്മൾ ചെയ്തിട്ട് പഠിച്ചിട്ട് ചെയ്യും. ആക്ച്വലി മീനുട്ടി വളരെ ഫാസ്റ്റ് ആണ്. ആ സ്റ്റെപ്സ് ഒക്കെ ഗ്രാസ്പ് ചെയ്യാൻ വളരെ ഫാസ്റ്റാണ്. അതെ. എന്നാൽ ഷിവു ഇറ്റ് വാസ് വെരി പെർഫോമൻസിന് വേണ്ട എല്ലാ ഫാക്ടേഴ്സും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഇത് പെർഫോമൻസ് റൗണ്ട് ആയതുകൊണ്ട് ഒരു ഫാസ്റ്റ് സോങ് ആയതുകൊണ്ട് ഒരു പെപ്പി നമ്പർ, ആ പെപ്പിനെസിന്റെ കുറവാണ്. കുറച്ചത് ഒരു മെലോഡിക് സോങ്ങിനെ പോലെ, എസ്പെഷ്യലി പല്ലവി. ചരണം കൊള്ളാം, അത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മുടെ കോറസ്, പിന്നെ ഓർക്കസ്ട്ര പറയണ്ട. പക്ഷെ ഈ പല്ലവിയാണ് എനിക്ക് തോന്നി ആദ്യം തുടങ്ങിയപ്പോൾ കുറച്ചൊന്ന് വീക്കായിട്ട് തോന്നി. പക്ഷെ ശിവുവിന്റെ പ്രസൻസ്, ഡാൻസ് വളരെ ഗ്രേസ്ഫുൾ ആയിരുന്നു. എനിക്ക് ഈ പാട്ട് കേട്ട് നമ്മുടെ അമല അല്ലേ ഈ പാട്ടില്, അപ്പൊ രാജാ സാറിന്റെ മ്യൂസിക്കില് അമലയ്ക്ക് ഇങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ തമിഴിലുണ്ട്. ആടി വന്നത് രാജാവൈ തേടി വന്നത് ஆசை ஆசை நீ சூடு love love என்பதம் சொல் சொல் மன்மதா சொல்லால் போதுமா தாகம் தீருமா ரோஜா பூ ആടി വന്നത് ചം 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 അങ്ങനെ ഒരു കോറസ് ഉണ്ട് ഇതിൽ. അപ്പൊ അമലേക്ക് ആ ഒരു ടൈറ്റിലല്ലേ ഇങ്ങനത്തെ ഒരുപാട് സോങ്സ്. ചിലപ്പോൾ ചില ഹീറോയിൻസിന് അത് ഒരു പാട്ട് ഹിറ്റായ ആ പാട്ട് പോലെ തന്നെ പല പാട്ടുകൾ ചെയ്യല്ലേ, അങ്ങനത്തെ ഈ പാട്ട് വളരെ ഹിറ്റായിരുന്നു. അപ്പോൾ ഒന്ന് കുറച്ച് പെപ്പിനെസ്സും ഈ ഒരു ആറ്റിറ്റ്യൂഡും ആ ശൈലിയും ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയ then you can nail the song. All the best. എന്താ കുട്ടിയെ തരിക പോ, ഒരു പിടിയും കിട്ടിയിട്ടില്ലല്ലോ. സർ പറഞ്ഞോളൂ. എന്താ ഇപ്പൊ ചെയ്യാ? ഒരു ഡബിൾ പാവം അങ്ങോട്ട് തന്നേക്കാം. എടുത്തോളൂ, അങ്ങോട്ട് എടുത്തോളൂ. ഈ പൂക്കുറ്റി കൂടെ എടുത്തോളൂ. കൺഗ്രാചുലേഷൻസ്, അവാർഡൻ. ഡബിൾ വാവ്, വാവ് 1, വാവ് 2,